എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വലിയ അതിശക്തമായൊരു വികാരം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് മോശമായി പോയി. സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിഞ്ഞപ്പോൾ ഇവരുടെ പരാജയം ഉറപ്പായി. ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റ് തന്നെ ഇത്തവണ. ഇത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ്? മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന്. ഏറ്റവും അധികം LDF കാരുള്ള മണ്ഡലമല്ലേ വട. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം CPM കാരുള്ള മണ്ഡലമാണല്ലോ കോഴിക്കോട്. ഇവിടെയൊക്കെ എത്രയാണ് ഭൂരിപക്ഷം? 8ഉം 3ഉം 11, പിന്നെ 7ഉം 4ഉം 11, 121. ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വടകരയിലും കോഴിക്കോട്ടും കാസർഗോഡ്. അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ UDF സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? അത് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അത് പാർട്ടി ആലോചിക്കും. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ. ഇരിങ്ങാലക്കുടയിൽ എന്ത് സംഭവിച്ചു? വളരെ കൃത്യമല്ലേ? ഈ സഹകരണ മേഖലയിൽ നടക്കുന്ന വലിയ കൊള്ളപ്പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. അതിനോടുള്ള ജനങ്ങളുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. അതുകൊണ്ടാണ് സുനിൽകുമാർ 3ാം സ്ഥാനത്ത് പോയത്. ഇപ്പൊ സുനിൽകുമാർ മത്സരിച്ചിട്ട് പോലും അവിടെ BJP സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്ത് വരികയും കോൺഗ്രസ് സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വരികയും. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തമായ ഒരു സന്ദേശം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഈ സഹകരണ മേഖലയിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളയ്ക്ക് എതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ്, ഇടതുപക്ഷക്കാരുടെ വികാരമാണ്. എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. കരുവന്നൂർ ബാങ്കിൽ പൈസ പോയത് മുഴുവൻ ഇടതുപക്ഷക്കാരാണ്. CPM കാരും CPI കാരുമാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരോ BJP കാരും. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. തൃശൂർ ടൗണിൽ ഇടതുപക്ഷ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ എത്ര യോഗങ്ങൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ നടന്നു. ഒരു കാര്യമില്ല. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇതിനേക്കാൾ വലിയൊരു ആഭാസത്തരം നമ്മൾ എവിടെയെങ്കിലും കേട്ടോ? ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കഴിഞ്ഞു ഇതിലും വലിയ തോന്നിവാസം എവിടെയെങ്കിലും കേട്ടോ? എനിക്കെന്നെ അറിഞ്ഞൂടാ. അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. 100 കോടിയിൽ പരം രൂപ കൊള്ളയടിച്ചതിന് ശേഷം നമുക്കറിയാം അവന്റെയൊക്കെ കഥ. കേന്ദ്രത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി സിമ്പോസിയം നടത്തി കഴിഞ്ഞാൽ അതുപോലെ അശ്ലീലമായിട്ട് വേറെ അതും കഴിഞ്ഞിട്ട് മാന്യരായ നാട്ടുകാരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളുടെ ഇതിനേക്കാൾ പരിഹാസ്യമായിട്ട് എന്താണുള്ളത്? ഇപ്പൊ തിരുമേനി പറഞ്ഞത് അല്പം കുറഞ്ഞു പോയെന്ന് എനിക്ക് അഭിപ്രായം. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം പിന്നൊരു ന്യായവും പറയാനില്ല. പിന്നെ കാണുന്നവരുടെ നെഞ്ചത്ത് കയറുക. അല്ലെങ്കിൽ പുരോഹിതന്മാരെ എന്താണ് വിവരദോഷികൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നികൃഷ്ട ജീവികൾ എന്ന് പരിഹസിക്കുക. ഇതൊക്കെ ചെയ്യാൻ ബുദ്ധി വേണ്ട. അതാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ. ആ പരിപാടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തിട്ടുള്ളത്. തലക്ക് വെളിവുള്ള ആരെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ച് ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ? പുള്ളിയുടെ മകളുടെ ഭർത്താവല്ല. ശ്രീ സജി ചെറിയാൻ പറയുന്നുണ്ടായിരുന്നു, വായിൽ വരുന്ന എന്ത് തോന്നിയാസവും വിളിച്ചു പറയുന്ന ആളുകളെയാണോ നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്? അത് സജി ചെറിയാൻ തന്നെ പറയണം. അദ്ദേഹത്തിന് പരമ പുച്ഛമാണ് വായിൽ വരുന്നത് വിളിച്ചു പറയുന്നവരെ കുറിച്ചും ഇങ്ങനെ തോന്നിയാസം പറയുന്നവരെ കുറിച്ച്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് തന്നെ തോന്നിയാസം പറഞ്ഞ മഹാൻ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ശ്രീ ഷംസീറിന്റെ ഗംഭീരമായ റൂളിംഗ്. ഈ മുഖ്യമന്ത്രി മാത്യുവിന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞ അതേ അഭിപ്രായം കൂടുതൽ യോജിക്കുക ഷംസീറിന്റെ റൂളിംഗിനാണ്. അതാണ് പച്ചക്കള്ളവും അസംബന്ധവും. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഇനി അതിന്റെ പേരിൽ അവകാശ ലംഘനത്തിന് നമ്മുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ അത് നേരിടാൻ തയ്യാറാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ലഹരിക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയുക. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ എതിരാളി, CPM പോലൊരു മഹാപാർട്ടിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയം ആവേശവുമായിട്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു. ആ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പറഞ്ഞു എന്ന് വേണ്ടി വിചാരിക്കും. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് പണമൊന്നും ഉണ്ടാക്കാത്ത ഇപ്പോഴും ഏറെക്കുറെ നിസ്വനായിട്ട് ജീവിക്കുന്ന ഒരു സഖാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് G. സുധാകരൻ എന്നാണ്. അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ? പകൽ
ആ ലഹരി വിരുദ്ധ പ്രസംഗത്തിന് പോകുന്ന ആളുകൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ സന്ധ്യ മയങ്ങുമ്പോൾ ലഹരി കച്ചവടക്കാരായിട്ട് മാറുന്നു എന്നുള്ളത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ഭൂഷണമല്ല എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? എന്താ ആ പ്രതീക്ഷയും അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ചാണോ, BJP-കാരെ ഉദ്ദേശിച്ചാണോ, ലീഗുകാരെ ഉദ്ദേശിച്ചാണോ? അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് CPI-കാരോ RSP-കാരോ ഉദ്ദേശിച്ചു പോലുമല്ല. അദ്ദേഹം പറഞ്ഞത് CPM-കാരെ ഉദ്ദേശിച്ചാണ്. അതിന്റെ കാരണം ഈ ഷാനവാസിന് ഒരു ഷാനവാസല്ല, പല ഷാനവാസന്മാരും ആലപ്പുഴ പാർട്ടിയിലുണ്ട്. ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന വാക്കുപയോഗിച്ചാലും എന്നെ സംശയിക്കരുത്. സുധാകരനാണല്ലോ. എന്തുകൊണ്ടാണ്? അവിടെ ഈ പാർട്ടിയെ വിറ്റ് ഊണ് കഴിക്കുന്ന കുറെ അധികം നേതാക്കന്മാരുണ്ട്. അവരുടെ അനുയായികൾ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇവരെല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. വയലിനകത്തുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്, കുന്നിടിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്, ഇതിനൊക്കെ കൃത്യമായി പണം വാങ്ങുന്നവരുണ്ട്. അല്ല. അതെ. അല്ല. അതെ. അതൊക്കെ ചില ജീവകാരുണ്യ സംഘടനകളുടെ മേൽവിലാസത്തിൽ മറിക്കുന്നവരുണ്ട്. അതുപയോഗിച്ച് വീണ്ടും അധോലോക പ്രവർത്തനം നടത്തുന്നവരുണ്ട്. ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയും. എല്ലാ 14 ജില്ലകളിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആലപ്പുഴയിൽ കുറച്ച് വിശേഷമായിട്ടും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയിൽ ഇതുപോലുള്ള ഈ മൂർഖന്മാർ ആ കൃഷ്ണപിള്ള സ്മാരകം ഒരു താവളമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈർഷ്യയുണ്ടാവും. അത് മാത്യുവിനോട് വ്യക്തിപരമായൊരു വിരോധത്തേക്കാൾ കൂടുതലായിട്ട് പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിഭയങ്കരമായ ധാർമ്മിക പ്രതിസന്ധി, അത് ഇവരെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന രാഷ്ട്രീയ സദാചാരത്തിനോടുള്ള അതിൻ്റെ ധാർമ്മിക അടിത്തറ വിള്ളലുണ്ടാകുമ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വിരോധമാണ്. അത് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള ഈർഷ്യയാണ്, അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമായത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ എന്തും വിളിച്ചു പറയാം എന്നല്ലേ, എന്തും ചെയ്യാവുന്ന ആളുകളല്ലേ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ നിയമസഭ ചവിട്ടി പൊളിച്ച ആളുകളില്ലേ, ഇല്ലേ? സ്പീക്കറുടെ ആ ഡയസിൽ കയറി താണ്ഡവ നൃത്തം നടത്തിയ ആള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ഇപ്പോ. എത്ര പ്രതിഭാസനന്മാരെ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. പറയാനല്ല. എന്തിനും ഒരു അതിര് വേണം. എന്നിട്ട് ഇങ്ങനെ നിയമസഭയിൽ കാണിച്ച ഈ അക്രമ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട സർക്കാരിന്റെ നേതാവാണ്. അല്ല, പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്ത്. പിൻവലിക്കണമെന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തു, തള്ളിപ്പോയതിനു ശേഷം ജില്ലാ കോടതിയിൽ കൊടുത്തു, ഹൈക്കോടതിയിൽ കൊടുത്തു, സുപ്രീം കോടതി വരെ നമ്മുടെ പണം ഉപയോഗിച്ച് ആ കേസ് നടത്തി എല്ലായിടത്തും തോറ്റ് തല കുമ്പിട്ട് നിൽക്കുന്ന സർക്കാരാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്തും പറയാനുള്ള വേദി, എന്തും പറയാനല്ലേ നമ്മൾ ഇവിടുന്ന് ആളുകളെ വിജയിപ്പിച്ച് വിടുന്നത്. മൂവാറ്റുപുഴയിലെ ആളുകൾ എന്തിനാ മാത്യു കുഴൽനാടനെ പറഞ്ഞു വിട്ടേക്കണത്? ആ നിയമസഭാ ക്യാൻറ്റീനിൽ നിന്ന് മസാല ബോണ്ടയും പരിപ്പോടയും ചായയും കാപ്പിയും മേടിച്ചു കുടിക്കാനല്ലോ, അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ കിട്ടുന്ന ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നിയമസഭയിൽ. പക്ഷെ കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനാണ് മൂവാറ്റുപുഴക്കാർ പ്രബുദ്ധരായ വോട്ടർമാർ മാത്യുവിനെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യം പറ്റില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖകരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. അതൊരു പ്രധാന വിഷയമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇന്ദ്രനോടൊക്കും ഭവാൻ, ചന്ദ്രനോടൊക്കും ഭവാൻ എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ മരുമകനെ പ്രശംസിക്കുന്ന നിരവധി മെമ്പർമാരുണ്ട്. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.